Deprived from food, water, and sleep. Okay, we are intentionally depriving the animal. റിൻഷാൻ ഉണ്ടാക്കിയതാണ്. ഭയങ്കര ഈസ്തെറ്റിക് ആയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ സാധനമുണ്ട്. റിൻഷാനെ കണ്ടില്ലല്ലോ. ആ റിൻഷാനാ മോഹൻ കാണിക്ക്. ഗൈസ്, അപ്പൊ നമ്മുടെ വിനയ ചേച്ചി പോയാണ്. ഫെയർവെല്ലാണ് അവർക്ക്. ടാറ്റ ചേച്ചി. ചേച്ചിനെ നന്നായിട്ട് മിസ് ചെയ്യും. സീരിയസ്ലി മിസ് ചെയ്യും. ശരിക്കും മിസ് ചെയ്യും. ഹേയ് ഗായ്സ്, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഒരു 1 വീക്ക് ആയി ഏകദേശം ഞാൻ വ്ളോഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ട്. ഫസ്റ്റ് തിങ് കണ്ടന്റ് ഇല്ല, പിന്നെ കുറച്ച് ഒരു ബിസി ആയിപ്പോയി. എക്സാമും പിന്നെ കുറച്ച് പ്രസൻറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുറച്ച് ബിസി ആയിപ്പോയി. അങ്ങനെ എടുക്കാൻ അത്ര മൂഡും ഇല്ലായിരുന്നു, എഫേർട്ട് ഇടാനോ ഒന്നും വയ്യായിരുന്നു. അങ്ങനെ ഇന്നിതാ പ്രസൻറ്റേഷനൊക്കെ കഴിഞ്ഞ് ഒന്ന് സെറ്റായി. ആ ഒരു ടെൻഷൻ കഴിഞ്ഞ്. അപ്പം ഞാൻ വിചാരിച്ച് രാവിലെ ഇങ്ങനെ പ്ലാനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഭയങ്കര ബിസിയും ടെൻഷനൊക്കെ ആയി നിന്നപ്പം വ്ളോഗ് എടുക്കണ്ട ഇന്ന് അങ്ങനെയൊക്കെ വിചാരിച്ച്. ഞാൻ വ്ളോഗിൻ്റെ കാര്യമേ വിചാരിച്ചില്ല, ഒന്നും വിചാരിച്ചില്ല, എടുക്കണ്ട എന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, പ്രസൻറ്റേഷൻ്റെ കാര്യങ്ങളും പിന്നെ രാവിലെ നടന്നതും. പിന്നെ ഇതാ ഇപ്പോൾ സീനിയറിൻ്റെ ഫെയർവെല്ലാണ് ഇന്ന്, അപ്പോൾ അവരുടെ കുറച്ച് ക്ലിപ്സ് അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് ഇതൊക്കെ വെച്ചിട്ട് ഒരു വ്ളോഗാക്കി ഇതാ ഈവനിങ് പിന്നെ ഞാൻ ഫ്രീ ആയി, അപ്പോൾ അതൊരു വ്ളോഗാക്കി ഇടാമെന്ന് ഞാൻ വിചാരിച്ച്. അപ്പോൾ അതായിരിക്കും ഇന്നത്തെ വ്ളോഗ്. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ ഒരു ഹാഫ് ഡേ അതായിരിക്കും ഇന്നത്തെ വ്ളോഗ്. സോ ഞാൻ എന്താ ഇപ്പം എന്താണ് കോളേജിൽ നിന്ന് എത്തിയതേ ഉള്ളൂ. പുറത്ത് നല്ല മഴയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഇപ്പോൾ ഒരു 2-3 ദിവസം കൊണ്ട് മഴയൊന്നും ഇല്ലായിരുന്നു, ഇപ്പോഴാണ് മഴ പെയ്യണത്. എന്നിട്ട് എനിക്കിന്ന് കുറേ ബുക്സും നോട്ട്സ് കാര്യങ്ങളൊക്കെ കിട്ടി. സീനിയർ പോവല്ലേ, അപ്പം എനിക്ക് സീനിയറിലാകെ കുറച്ച് ഒരു അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളും ഉള്ളത്. മീൻസ് എനിക്ക് നോട്ട് ബുക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്യണതും കുറച്ച് അറ്റാച്ച്മെൻറ്റും നമ്മളെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കണതൊക്കെ ആയിട്ട് ഒരു ചേച്ചിയുണ്ട്, വിനയ ചേച്ചി. ഈ വ്ളോഗിൻ്റെ വ്ളോഗിനെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ ആ ചേച്ചി എനിക്ക് എല്ലാ സെമ്മിലും ഇങ്ങനെ നോട്ട് ബുക്ക് തരാറുണ്ട്. ചേച്ചി പഠിച്ച ഇതും പ്രിൻറ്റും എല്ലാ സംഭവങ്ങളൊക്കെ എനിക്ക് തരാറുണ്ട്. പിന്നെ ഇതാ ഞാൻ ഇന്ന് വാങ്ങിയതേ ഉള്ളൂ. കുറേ നാളുകൊണ്ട് പറയണത് വന്ന് എടുത്തിട്ട് പഠിക്കണില്ലേ എന്നൊക്കെ. ഇന്നിപ്പോൾ എക്സാം എടുത്തപ്പോഴാണ് നോട്ട് നോക്കുമ്പം നോട്ടും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഇതാ നോട്ട് കിട്ടി. അപ്പം ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ മാറ്റി വയ്ക്കണം. അതായത് ഈ തിങ്കളാഴ്ച തൊട്ട് എക്സാമും കാര്യങ്ങളും വരെയാണ്, ഇൻറ്റേർണൽ എക്സാം. അപ്പോൾ ആ ഇൻറ്റേർണൽ എക്സാമിനുള്ള ടോപ്പിക്കും ഏതൊക്കെയാണെന്നൊക്കെ നോക്കി നോട്ട് അടുക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അതൊക്കെയാണ് ഇന്ന് പ്ലാൻ. അപ്പോൾ ഇന്നത്തെ വൈകിട്ടത്തെ കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. സോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നോട്ടൊക്കെ ഒന്ന് അടുക്കി വൃത്തിക്ക് വെക്കട്ടെ. സോ ഗൈസ്, ഇനി ഞാൻ കുറച്ച് നേരം ബുക്ക് വായിക്കാൻ പോവുകയാണ്. എനിക്കിപ്പം ഞാനങ്ങനെ ബുക്കൊന്നും വായിച്ചിട്ടില്ല കാര്യമായിട്ട്. കൂടിപ്പോയ ഒരു 3-4 ബുക്ക് വായിച്ചിട്ടുണ്ടാവും. അപ്പം കൂടിപ്പോയ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു 3 ബുക്ക്, ഇത് 3ാമത്തെ ബുക്ക്. ഞാനങ്ങനെ ബുക്കൊന്നും വായിക്കാറില്ല. ഈ ഇടയ്ക്ക് വെച്ച് തുടങ്ങിയ മറ്റേ ഏതായിരുന്നു ബുക്ക്, മല്ലി, അതെന്ത് ഏത് ബുക്ക്, അതാണ് ഞാൻ ഫസ്റ്റായിട്ട്. പക്ഷേ അതിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല. റാം കെയർ ഓഫ് ആനത്തി. ആ ബുക്കാണ് ഞാൻ ഇൻറ്റേൺഷിപ്പ് സമയത്ത് നിന്നപ്പം അവിടെ ആലപ്പുഴ നിന്നപ്പോഴേക്കും വായിച്ചു തുടങ്ങിയത്.
പിന്നെ എനിക്കെന്തോ ഭയങ്കര ബുക്ക് വായിക്കാം. പണ്ടൊക്കെ ടീച്ചർമാർ പറഞ്ഞാൽ പോലും ഞാൻ ബുക്ക് വായിക്കില്ല. ലൈബ്രറി ഫെസിലിറ്റി എല്ലാം ഉണ്ടായിരുന്നു, അപ്പോഴൊന്നും ഞാൻ ബുക്ക് വായിക്കില്ല. പക്ഷേ എന്തോ ഇപ്പം ബുക്ക് വായിച്ചു തുടങ്ങിയപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഫോണിനെക്കാട്ടി നമുക്കിങ്ങനെ ബുക്ക് വായിച്ച് ഇങ്ങനെ ഇരിക്കാമല്ലോ. എന്തോ ഫോണിനെക്കാട്ടി എനിക്കിപ്പം ബുക്ക് വായിക്കാനാണ് ഇഷ്ടം. അങ്ങനെ റീൽസൊക്കെ കാണുന്നത് കുറഞ്ഞിട്ടുണ്ട്, നല്ല കാര്യമാണ്. സോ ഞാൻ ഇപ്പോൾ കറൻ്റ്ലി വായിച്ചുകൊണ്ടിരിക്കുന്നത് ചേതൻ ഭഗതിൻ്റെ 400 Days എന്ന് പറയുന്നൊരു ബുക്കാണ്. സംഭവം ഇത് എനിക്കിങ്ങനെ ഈ ബുക്കൊക്കെ വായിച്ച് തുടങ്ങിയപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹം വന്ന് ഇങ്ങനെ കുഞ്ഞ് ലൈബ്രറി ഉണ്ടാക്കിയാലോ എന്നൊക്കെ വീട്ടിൽ. അങ്ങനെ ഞാൻ ഇത് ട്രെയിനിൽ ഇങ്ങനെ ഇരുന്നപ്പോഴേക്കും ഇങ്ങനെ ഈ ചേട്ടന്മാർ കൊണ്ടുവരുമല്ലോ ഇങ്ങനെ വിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ട്രെയിനിൽ വെച്ചിട്ട് വാങ്ങിയ ബുക്കാണിത്. അങ്ങനെ ഞാൻ വായിച്ചത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കഥയാണ്. നമുക്കിങ്ങനെ ഒരു ത്വര വരും അടുത്തത് എന്താണെന്ന് അറിയാനായിട്ട്. അങ്ങനെ എനിക്ക് ഒരു ദിവസം ഇങ്ങനെ വായിച്ചിട്ട് എവിടെയോ എത്തിയപ്പോൾ എനിക്കിങ്ങനെ പേടി വന്ന്. അങ്ങനെ രാത്രി എനിക്ക് പേടിയായിരുന്നു, പേടിയും വിഷമവും അങ്ങനത്തെ ഒരു ഫീലിംഗാണ് ഈ ബുക്കെന്ന് പറയണത്. ഒരു അമ്മ അങ്ങനെയൊക്കെ ഒരു ഫീലിംഗ് ഉണ്ട്. മെയിനായിട്ട് ആ ഒരു അമ്മേനെ കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വായിച്ച് 13ാമത്തെ ചാപ്റ്റർ വരെ എത്തി. ഒരു 50 ചാപ്റ്റർ അല്ല 50 ചാപ്റ്റർ ഉണ്ട് ടോട്ടൽ. ഞാൻ 13ാമത്തെ എത്തി. സമയമില്ലെങ്കിലും എക്സാം ആണെങ്കിലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് വായിക്കും. എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ബുക്ക്. എങ്ങനെയും ഒന്ന് പെട്ടെന്ന് ലാസ്റ്റ് എനിക്ക് കഥ ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ഒരുമാതിരി അങ്ങനത്തെ ഒരു ത്രില്ലർ അങ്ങനത്തെ ഒരു കാര്യമാണ് കേട്ടോ. മിസ്സിങ് ഇതാണ് ഒരു കുട്ടീനെ കാണാനില്ല. അപ്പോൾ ആ കുട്ടീനെ അതിനെക്കുറിച്ച് അതാണ് ഈ കഥ പറയണത്. അപ്പോൾ എനിക്ക് ഭയങ്കര ആകാംക്ഷ ആരാണ് കുട്ടീനെ എടുത്തത് അങ്ങനെയൊക്കെ അറിയാനായിട്ട്. അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സമയം കിട്ടുമ്പോൾ വായിക്കാറുണ്ട്. ഇപ്പം ഞാൻ പിന്നെ വേറൊരു കാര്യം പറഞ്ഞില്ല, ഞാൻ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങി കേട്ടോ. ഞാൻ സീക്രട്ടായിട്ട് വെച്ചേക്കായിരുന്നു. ഞാനിപ്പോൾ എപ്പോൾ ഇങ്ങനെ പറഞ്ഞാലും ഒരു ദിവസം നടക്കും, ഇല്ലെങ്കിൽ 2 ദിവസം നടക്കും. അപ്പോൾ ഞാൻ പിന്നെ ബ്ലോഗിലൊന്നും കാണിക്കാത്തതാണ്. സീക്രട്ടായിട്ട് വെച്ച് നടക്കുകയാണെങ്കിൽ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പം ഞാനിപ്പോൾ സീക്രട്ടായിട്ട് ഒരു 4 days ഒക്കെ ആയിട്ട് ഞാൻ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് പുറത്തിറങ്ങിയല്ലേ, ഇനി ഞാൻ ചെയ്യും. ഒരു 4-5 ദിവസമൊക്കെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ നിർത്തൂലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിർത്തൂല. അപ്പം ഇനി വർക്കൗട്ടും കാര്യമൊക്കെ ചെയ്യാനുണ്ട്. പക്ഷെ ഞാൻ ഈ ചാപ്റ്ററിന് മുമ്പ് കംപ്ലീറ്റ് ആക്കാമെന്ന് വിചാരിച്ച്. ഭയങ്കര നല്ലതാണ്, നിങ്ങൾ വായിച്ച് നോക്ക്, വായിച്ചിട്ടില്ലാത്തവർ. അടിപൊളിയാണ്. അപ്പം ഞാൻ ഈ ചാപ്റ്റർ വായിച്ചിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് വർക്കൗട്ട്, ഗ്രീൻ ടീ, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ഞാൻ അപ്പോൾ ഭയങ്കര ബിസിയാണ്. എല്ലാം ഇങ്ങനെ ടപ്പ് ഇങ്ങനെ കറക്റ്റ് ഓർഡറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് നാളായിട്ട്. എന്തായാലും സമയം കളയുന്നില്ല, ഞാൻ വായിക്കട്ടെ. ഇപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. ഇനിയിപ്പോൾ 1 മണിക്കൂറും കൂടെ ഉള്ളൂ. ഞാൻ 2-3 ദിവസം കൊണ്ട് കുറച്ച് റീൽസ് കാണുന്നുണ്ട്. ഇത് ട്രൂ ആണോ ഉള്ളതാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഞാനിങ്ങനെ റീൽസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു. ഇന്ന് എന്തോ യൂണിവേഴ്സിൽ എന്തോ പവറുള്ള ദിവസമോ അങ്ങനെ എന്തോ ഒരു റീൽസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് വേണം എന്നുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത് നമ്മളൊരു പേപ്പറിലേക്ക് നിങ്ങൾ കുറേ പേര് കണ്ടിട്ടുണ്ടായിരിക്കും. കുറേ പേര് റീൽസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അതെന്തെന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് ഞാനാണെങ്കിൽ ഒരു 8 പീസ് ഓഫ് പേപ്പർ എടുക്കണം. എടുത്തിട്ട് മീൻസ് ചിലർക്കിത് കോമഡി വട്ടായിട്ടൊക്കെ തോന്നും. ഇത് ഞാൻ ചുമ്മാ മീൻസ് എനിക്കത് ചെയ്യണമെന്ന് തോന്നി. സോ അത് ഞാൻ ചെയ്യാൻ പോവുകയാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. അപ്പം 8 പീസ് ഓഫ് പേപ്പർ എടുക്കണം. എന്നിട്ട് നമ്മളിങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യണം. അതായത് നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് കിട്ടിയതായിട്ട് നമ്മൾ ഓരോ പേപ്പറിൽ നമ്മൾ ഓരോ വിഷൻ നമുക്ക് കിട്ടിയതായിട്ട് അത് എഴുതിയിട്ട് അതിന് നമ്മൾ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തിട്ട് എവിടെയെങ്കിലും മീൻസ് ആ വീഡിയോയിൽ പറയണത് ഒരു ജാറിലോ എന്തെങ്കിലും ഇട്ട് വെക്കാനാണ്. ചുമ്മാ ഒരിടത്ത് ഇങ്ങനെ വെക്കണം, അത് എടുക്കാതെ വെച്ചേക്കണം. എന്നിട്ട് അടുത്ത വർഷം ഇതേ ദിവസം നമ്മൾ ആ പേപ്പർ ഇങ്ങനെ തുറന്നു നോക്കുമ്പോഴേക്കും അതിൽ ചില കാര്യങ്ങൾ നമുക്ക് നടന്നിട്ടുണ്ടാവും. അങ്ങനെയാണ് പറയണത്. ഇത് ചെയ്ത് നോക്കിയിട്ടുള്ളവർ. എത്രമാത്രം ഇത് ശരിയാണോ ഇതെന്നും എനിക്കറിഞ്ഞൂടാ.
പിന്നെ ഞാനൊന്ന് ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ചു. എനിക്കത് ഫസ്റ്റ് ടൈം ഇങ്ങനെ കണ്ടപ്പം എന്തോ ഭയങ്കര സർപ്രൈസും ഭയങ്കര എക്സൈറ്റഡ് ഒക്കെ ആയിട്ട് തോന്നി. ചിലപ്പം ചിലർക്ക് തോന്നും മണ്ടത്തരമാണെന്ന്. എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്യാൻ പോവുകയാണ്. ഇതിപ്പോൾ ഇനി 1 മണിക്കൂറും കൂടെ ഉള്ളൂ. ഞാൻ മറന്നുപോയി അതിൻ്റെ കാര്യം. ഈ പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ആ കാര്യം വിട്ടുപോയി. ഞാൻ മീൻസ് ആ റീൽസ് കണ്ടപ്പോൾ ഇങ്ങനെ സേവ് ഒക്കെ ചെയ്ത് വെച്ച് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്ത് ചുമ്മാ ഇരിക്കല്ലേ എഴുതാമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച്. അപ്പോൾ നമുക്കിനി അത് ചെയ്യാം. ഈ പേപ്പറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരട്ടെ. അപ്പോൾ ഞാൻ എന്താ 8 പേപ്പറൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ എഴുതിയിട്ട് വരാം. അപ്പോൾ ഇത് ആരും എഴുതിയിട്ട് കാണിക്കാനൊന്നും പാടില്ല കേട്ടോ. ഇത് എഴുതിയിട്ട് നമ്മളിങ്ങനെ റോൾ ചെയ്യണം. ഇടയ്ക്കെടുത്ത് നോക്കാനൊന്നും പാടില്ല. ജസ്റ്റ് ഇതിനെ റോൾ ചെയ്തിട്ട് എവിടെയെങ്കിലും അവരൊരു ജാറിൽ വെക്കാനാണ് പറയുന്നത്. ഇവിടെ ഹോസ്റ്റലിൽ ജാറും ഒന്നുമില്ല. അപ്പം ഞാൻ ഏതെങ്കിലും ഒരു പെട്ടിക്കകത്ത് എവിടെയെങ്കിലും ഒളിപ്പിച്ച് വയ്ക്കും. എന്നിട്ട് അടുത്ത വർഷം ഇതേ സമയത്ത് എടുക്കണം. ഇതേ സമയമല്ല, ഇതേ ഡേറ്റിന് നമ്മൾ എടുത്ത് നോക്കണം. അപ്പം നമുക്ക് ചില കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ ഭയങ്കര ഇങ്ങനെ എഴുതണം. കിട്ടും എന്ന് വിചാരിച്ചിട്ട് വേണം എഴുതാൻ കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ എഴുതട്ട് ഗൈസ്. അപ്പം ഞാൻ എന്താ 8 പേപ്പറിലായിട്ട് എഴുതി കഴിഞ്ഞ് ഇനി ഞാൻ എവിടെയെങ്കിലും അടച്ച് വെക്കിട്ട്, ഇവിടെ സ്നാക്സ് കൊണ്ടുവന്നിട്ടുള്ള പെട്ടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം മിക്കവാറും അതിലായിരിക്കും അടച്ച് വെക്കണം. അപ്പം അടച്ചു വെച്ചിട്ട് വരാവേ. ഇനി അപ്പം നമുക്ക് അടുത്ത വർഷം ഓഗസ്റ്റ്, അയ്യോ ഇത് തുറന്നു പറഞ്ഞു, അടുത്ത വർഷം ഓഗസ്റ്റ് 8 കാണാം. ബൈ ബൈ. തകർത്തെഴുതിയാണ്. അന്തുനി എത്ര കൂടെ ഉണ്ട്. അപ്പം ഇന്ന് രാത്രിയത്തെ ഫുഡ് നമുക്കത്ര ഇഷ്ടമില്ല. അല്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എന്നാലും ഇതാ വീട്ടിൽ നിന്ന് ഇതാ ഇത്രയും വലിയ ഇപ്പിയുടെ പാക്കൊക്കെ കൊണ്ടുവന്ന്. അപ്പോൾ നമുക്ക് ആ ഫുഡ് വേണ്ടാന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ നന്ദു മാഗി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മാഗി ഉണ്ടാക്കണ കാണിച്ച് തരാം. നമ്മുടെ മാഗി റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് കുറച്ച് സൂപ്പും കാര്യങ്ങളും കൂടെ ഉണ്ട് കേട്ടോ. അത് ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ സാരമില്ല. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, പഠിക്കണമൊന്നുമില്ല. ഇന്ന് ആ പ്രസൻറ്റേഷൻ കഴിഞ്ഞതല്ലേ ഉള്ളൂ. അപ്പം നാളെ തൊട്ട് പഠിക്കാമെന്ന് വിചാരിച്ച്. ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്. സോ നമുക്കിനി അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ബൈ. കൈ എഴുതിയിട്ടില്ല.